പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കടന്നുപോയ മലയാള സാഹിത്യകാരന്മാരിൽ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കപ്പെടുന്നതും വായിക്കപ്പെടുന്നതും ബഷീറാണ് എന്ന് നിസ്സംശയം പറയാവുന്ന വിധം ബഷീർ സാഹിത്യം ഇക്കാലത്തും ക്ലാസിക് കൃതികളുടെ ലക്ഷണങ്ങളോടുകൂടി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു വരുന്നു. ബഷീർ സാഹിത്യം മാത്രമല്ല, ബഷീർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു വലിയ പാഠപുസ്തകമോ ഒരു വലിയ ലോകമോ ആയി മാറുന്നു. ഒരു ലെജൻഡിൻ്റെ സവിശേഷതകളോടെ മലയാള സാഹിത്യത്തിലും കേരളീയമായ സാംസ്കാരിക സാമൂഹിക സന്ദർഭങ്ങളിലും ഉയർന്നു വരുന്ന ഒരു വലിയ ചിന്താപദ്ധതിയും ജീവിത മാർഗവും അതേപോലെ സാമൂഹികവും ആത്മീയവുമായ ഉണർവും ഒക്കെയായി ബഷീറിന് മാറാൻ കഴിഞ്ഞതിനു പിന്നിൽ ഒരു അതുല്യവും അസാധാരണവുമായ ഒരു ജീവിതമുണ്ട്, ഒരു മനുഷ്യനുണ്ട്, ഒരു ലോകമുണ്ട്. ബഷീർ സൃഷ്ടിച്ച ലോകം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ നിർവചിക്കാം. ബഷീർ ഒന്നല്ല, കുറേ പേരുണ്ട്. മനസ്സിൽ കൊടുങ്കാറ്റുമായി ഏകാന്ത വിക്ഷുബ്ധതകളിൽ അലഞ്ഞവൻ, അനുരാഗത്തിൻ്റെ തടവുകാരൻ, പരിത്യക്ത കാമുകൻ, ജീവിതത്തിൻ്റെ പുറമ്പോക്കിൽ തെണ്ടിത്തിരിഞ്ഞവൻ, കള്ളന്മാരുടെയും തെരുവേശ്യ ഹിജഡ എന്നൊക്കെ പൊതുസമൂഹം അപഹസിച്ചവരുടെയും മുച്ചീട്ടുകളിക്കാരുടെയും ചെങ്ങാതി, നാടിൻ്റെ സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട് പോരാടി അത് കൈവന്നപ്പോൾ വൈ ഷുഡ് ഐ ബി ഫ്രീ, ഹു വാണ്ട് ഫ്രീഡം എന്ന നിരർത്ഥകത ഹൃദയത്തിൽ ഏറ്റുവാങ്ങി വേദനിച്ചവൻ. അങ്ങനെ നൂറുകണക്കിനു ബഷീറുകളാണ് ഒരു ബഷീറായി പരിണമിച്ചത്. അതുകൊണ്ട് തന്നെ ബഷീറിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഇനിയുള്ള കാലവും കൂടുതൽ തെളിമയോടെ പുറത്തേക്ക് കടന്നു വരാനേ തരമുള്ളൂ. ബഷീറിൻ്റെ ജീവിതവും ബഷീറും ഒരുപാട് ആളുകളാൽ സംസാരിക്കപ്പെട്ടും അതേപോലെ നിർവചിക്കപ്പെട്ടും പുനർവായനകൾ നിർവഹിക്കപ്പെട്ടും കഴിഞ്ഞെങ്കിലും ഇനിയും പുതിയ ബഷീറുകൾ, ബഷീറിൻ്റെ പെരുക്കങ്ങൾ, മാർക്സിൻ്റെ പെരുക്കങ്ങൾ എന്ന് പറയുന്നത് പോലെ ബഷീറിൻ്റെ പെരുക്കങ്ങൾ ബഷീർ തന്നെ ഭൂതഗണങ്ങളായി രൂപപ്പെട്ട് സമൂഹത്തിലേക്കും സാഹിത്യ കുതുകളിലേക്കും ഇറങ്ങി വരുന്ന കാഴ്ചയും അനുഭവവുമാണ് നമുക്ക് പലപ്പോഴും ബഷീറിനെ ഒരു അസാധാരണ മനുഷ്യനായി തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ബഷീർ ഒരു ആത്മീയ ജീവിത മാർഗം സ്വയം സൃഷ്ടിക്കുകയും അത് മറ്റുള്ളവർക്ക് അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ട മാർഗം അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിത ചിന്താ പദ്ധതിയിലും ഒക്കെ ഉൾച്ചേർക്കുകയും ചെയ്തു. ഏറ്റവും പുതിയ കാലത്ത് എഴുതപ്പെടുന്ന സാഹിത്യ കൃതികളിലെ നോവലിലെ പെസരീഷിൻ്റെ പുതിയ നോവലിലെ ഒരു പ്രധാന കഥാപാത്രം ബഷീറാണ്. കാരണം ബഷീർ ജീവിച്ചത് ഒരു അസാധാരണ ജീവിതമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അനുഭവത്തിൻ്റെ വൻകരകൾ സ്വന്തമാക്കാൻ വേണ്ടി യാത്ര ചെയ്തില്ല. സാഹിത്യം എഴുതാൻ വേണ്ടി സാഹിത്യം എഴുതിയില്ല. അദ്ദേഹം ജീവിച്ചത് ഈ രാജ്യത്തിനും സ്വാതന്ത്ര്യത്തിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കും സമൂഹത്തിൽ മനുഷ്യന് നല്ല ജീവിതം, ഗുണപരമായ മാർഗം ലഭ്യമാക്കാനും ഒക്കെ വേണ്ടിയായിരുന്നു. ബഷീറിനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ നന്മ, മനുഷ്യൻ്റെ സുന്ദരമായ ജീവിതം ഇത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതോടൊപ്പം ഏകാന്തമായ ഒരു സഞ്ചാരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും സ്വാതന്ത്ര്യത്തിലും ഉണ്ടായിരുന്നു. ബഷീർ നിരന്തരമായി സഞ്ചരിച്ചു. ഭൗതികമായ സഞ്ചാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ പൂർത്തീകരിച്ചെങ്കിൽ വൃക്ഷച്ചുവട്ടിനിരുന്നു കൊണ്ട് അദ്ദേഹം ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ തൻ്റെ സഞ്ചാരം ആരംഭിച്ചു. ആ മലയാള സാഹിത്യത്തിലും സമൂഹത്തിലേക്കും പടർന്നു പിടിച്ച ആ മാങ്കോസ്റ്റിൻ എന്ന് പറയുന്ന ആ മഹാവൃക്ഷത്തോടൊപ്പം തന്നെ ബഷീറും ഒരു ഒറ്റവൃക്ഷമായി പടർന്നു പന്തലിച്ചത് അദ്ദേഹം നടത്തിയ ഈ ആത്മീയ സഞ്ചാരത്തിൻ്റെ ഏകദാനതമായ വഴികളിലൂടെ തന്നെ കണ്ടെത്താനും
തൻ്റെ ആത്മീയ മാർഗത്തിലൂടെ സഞ്ചരിക്കാനും വേണ്ടി അദ്ദേഹം നടത്തിയ ഏകാന്ത യാത്രകളിലാണ്. ആ സഞ്ചാരം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കൂടി, അദ്ദേഹത്തിൻ്റെ ഒറ്റ ഇരിപ്പിൽ കൂടി, അദ്ദേഹത്തിൻ്റെ ഏകാന്തമായ ഇരിപ്പിൽ കൂടി അദ്ദേഹം നടത്തിയ മാനസികമായ സഞ്ചാരമാണ്. ആ സഞ്ചാരം ഒരു അപര ലോകത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. ആ അപര ലോകം എന്നുള്ളത് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തത് ഈ ജീവിതത്തിൻ്റെ ഒരു തരം സൗന്ദര്യാത്മകമായ അനുഭൂതിധന്യമായ ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കുകയും ആ തനിക്ക് തന്നെ സൃഷ്ടിച്ചെടുത്ത അപരലോകം ഉണ്ടെനിക്കൊരു കാവ്യജീവിതം മറ്റൊരു കെട്ടജീവിതവും എന്ന് പറഞ്ഞതുപോലെ ആ അപരജീവിതം തന്നെ ഏകാന്തതയും തൻ്റെ മാനസിക വിക്ഷുബ്ധതയും തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ ആനന്ദമാർഗത്തെയും കണ്ടെത്താനുള്ള ഒരു സൂഫി വര്യൻ്റെ പ്രയാണമായിരുന്നു. ആ പ്രയാണത്തിൽ അദ്ദേഹത്തിൻ്റെ ഏകാന്തത പക്ഷേ ജനനിബിഡമായ ഒരു ദന്തഗോപുരമായിരുന്നു. ആ ദന്തഗോപുരത്തിൽ നിരന്തരമെന്നോണം മനുഷ്യരും മനുഷ്യേതരരും വന്നെത്തി. അദ്ദേഹം രണ്ട് കൂട്ടരെയും വിവേചനത്തോടെ കണ്ടില്ല. ആ വിവേചനം അദ്ദേഹത്തിന് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ മനുഷ്യർക്കൊപ്പം തന്നെ മനുഷ്യേതരർക്കും ആത്മാവുണ്ടെന്നും മനുഷ്യേതരർക്കും തലച്ചോറുണ്ടെന്നും മനുഷ്യേതരർക്കും ജീവിതമുണ്ടെന്നും മനുഷ്യേതരർക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ടെന്നും അദ്ദേഹം സ്വയം വിശ്വസിക്കുകയും അത് തൻ്റെ ആശയലോകമായി മുന്നോട്ട് വെക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ സാഹിത്യത്തിലും ജീവിത ചിന്താ പദ്ധതിയിലും അദ്ദേഹം മഹാകാരുണ്യത്തിൻ്റെ ഒരു വൃക്ഷം നട്ട് നനച്ചുണ്ടാക്കുകയും ആ വൃക്ഷം ഒരു മഹാമേരുവായി ഒരു മഹാതേന്മാവായി വളർന്ന് ആ തേന്മാവിൽ നിന്നും മാധുര്യമേറുന്ന ജീവിതത്തിൻ്റെ മാധുര്യമേറുന്ന പഴങ്ങൾ മറ്റുള്ളവർക്കായി ആ സാഹിത്യമെന്ന മഹാതേന്മാവ് വർഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മഹാതേന്മാവ് ജീവിതത്തിൻ്റെ നന്മയുടെ, കാരുണ്യത്തിൻ്റെ, സഹാനുഭൂതിയുടെ, അനുഭൂതിധന്യതയുടെ ആ മഹാതേന്മാവിൽ നിന്നുള്ള മാമ്പഴങ്ങൾ തേടിയാണ് ഇന്നും വൈലാലിലേക്ക് മിക്കവാറും മാസങ്ങളിൽ കുഞ്ഞുങ്ങളും വലിയവരും മനുഷ്യേതരരും കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ബഷീർ മലയാളം ഉള്ളിടത്തോളം കാലം ഈ ഭൂമിയിൽ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹവും കൂടുതൽ പ്രസക്തമാവും. പുതിയ കാലങ്ങളിൽ പുതിയ മനുഷ്യർ അദ്ദേഹത്തെ തേടി ചെല്ലുകയും ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചെറിയ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.